ഹലോ, നമസ്കാരം. നമ്മൾക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ടാവും. പക്ഷെ വളരെ ഡിഫറൻ്റ് ആയിട്ട് നല്ലൊരു അനുഭൂതി അഥവാ ഒരു പൈതൃക തീവണ്ടി എന്ന് പറയും. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയ അതേ പൈതൃകം കാത്തു സൂക്ഷിച്ചിട്ട് ഇന്നും ആ രീതിയിൽ തന്നെ പോകുന്നൊരു ട്രെയിനാണ് ഉദകമണ്ഡലം അഥവാ ഊട്ടിയിൽ നിന്നും മേട്ടുപാളയത്തേക്ക്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം ഊട്ടിയിലെ ഉദകമണ്ഡലം സ്റ്റേഷനിലാണുള്ളത്. ട്രെയിൻ വരാറായി. അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാലത്തുള്ള ട്രെയിനാണ്. എല്ലാ ആളുകളും ഈ വ്ലോഗ് വളരെ നന്നായിട്ട് മനസ്സിലാക്കി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇപ്പോ 2 മണി ആയി കാണും. ഈ 2 മണിക്കാണ് ഇവിടുന്ന് ട്രെയിന് പുറപ്പെടാൻ പോകുന്നത്. ഇത് മേട്ടുപാളയത്തേക്കാണ്. ഒരുപാട് ആളുകൾ പറയും കൂനൂര് വരെ പോകണം. ഒരുപാട് ബ്ലോഗേഴ്സും യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ കൂനൂര് വരെ പോയാൽ മതി എന്നൊക്കെ. പക്ഷെ കൂനൂര് വരെ പോയാൽ ഇതിൻ്റെ ഒരു ആസ്വാദനം, ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്, ഇതിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മിസ്സാവും കൂനൂര് വരെ പോകുമ്പോൾ. എന്തായാലും പോവുകയാണെങ്കിൽ ഊട്ടി ടു മേട്ടുപാളയം വരെ പോവുക. ഞങ്ങളിപ്പോ ഊട്ടിയിൽ നിന്ന് കയറി ഇപ്പൊ കൂനൂര് സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. അഥവാ ഊട്ടിയിൽ നിന്നും മേട്ടുപാളയത്തിലേക്ക് നല്ലൊരു യാത്ര പോവുകയാണ്. ഒരുപാട് 1985 തോന്നും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അതേ സ്റ്റേഷൻ, അതേ ട്രെയിൻ. അങ്ങനെയാണ് യാത്ര പോകുന്നത്. ഒരു മാറ്റവും ഇല്ല. 9ഓളം റെയിൽവേ സ്റ്റേഷനുകൾ മറികടന്നിട്ടാണ് നമ്മൾ മേട്ടുപാളയത്തെത്തുക. അതിൽ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്റ്റേഷന്, അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പൊ കൂനൂര്, അതുപോലെ ഗലാവുയിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല സ്റ്റേഷനുകൾ ഉണ്ട്. അവിടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള നല്ല കാഴ്ചകളുമാണ് അവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ കൂനൂരിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിടും. കാരണം ഇവിടെ ഏറ്റവും പഴയ മോഡലുള്ള എഞ്ചിൻ ഇവിടെ മാറ്റുകയാണ്, ഈ ട്രെയിനോട് ഘടിപ്പിക്കുകയാണ്. ഓക്കെ, അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പണ്ടത്തെ എഞ്ചിനാണ്. കൂനൂര് സ്റ്റേഷനിൽ നിർത്തിയിട്ടതാണ്. ഒരുപാട് വർഷം മുമ്പേയുള്ള അതേ ട്രെയിന്, അഥവാ പൈതൃക തീവണ്ടി എന്നാണ് ഇതിന് വിളിപ്പേര് പോലും. ആ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം, ഇത്രയും വർഷങ്ങൾ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ ഈ കാലഘട്ടത്തില് മക്കളെയും കുടുംബത്തിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു യാത്ര നടത്തണം. കാരണം ഒരുപാട് 50-100 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്രയും ഒരു
ഒരുപാട് ആളുകളെ ഊട്ടിയിൽ വന്നാൽ മിസ്സാവുന്ന ഒരു സംഭവമാണ് മേട്ടുപാളയം യാത്ര എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വന്നാലും ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ആദ്യം തന്നെ ബുക്ക് ചെയ്യുകയും ചെയ്യുക. വലിയ റഷ് എന്നൊക്കെ പറയും നമ്മൾ, പക്ഷെ വലിയ റഷ് ഒന്നും അല്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടുന്നൊരു അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നാലും നമ്മൾക്കത് മനസ്സിലായത്. പിന്നെ കൂനൂര് മുതൽ മേട്ടുപാളയം വരെ പോവാം, അല്ലെങ്കിൽ ഊട്ടി ടു മേട്ടുപാളയം വരെ പോവാം. പക്ഷേ ഊട്ടി ടു കൂനൂര് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നത് 9ഓളം തുരങ്കങ്ങൾ കടന്നാണ് മേട്ടുപാളയത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഊട്ടിയാണ്. ഊട്ടിയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റൂം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് റൂമുണ്ട്. അത് മലയാളികൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും പോലെ ഒരുപാട് സ്ഥലങ്ങൾ മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നല്ല വൃത്തിയുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ള റൂമിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. അതിന് 1000 രൂപയുള്ളൂ, ഒരാൾക്ക് 1000 രൂപ. ഒരാൾക്ക് നല്ല റൂമിന്, ഒരു ഫാമിലിക്ക് 1000 രൂപ മുടക്കിയാലും ഇവിടെ നല്ല വൃത്തിയുള്ള റൂം കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.